ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 68 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു വാട്ട്? 68 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 68 കിട്ടുക എന്ന് നോക്കണം, അല്ലേ? 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 68 കിട്ടുക? നമുക്ക് അറിയില്ല. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 20 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 20ക്ക് ശേഷമുള്ള നമ്പേഴ്സ് ഒന്നും തന്നെ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല, അല്ലേ? അതുകൊണ്ട് നമുക്ക് 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 68 കിട്ടുക എന്ന് അറിയില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. 68 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ ആൻസർ എങ്ങനെ കാണാമെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഫസ്റ്റ് നമ്പർ ഇവിടെ എഴുതുക എന്നതാണ്. ഇവിടെയുള്ള ഫസ്റ്റ് നമ്പർ എത്രയാണ്? 68 ആണ്, അല്ലേ? 68 എന്ന നമ്പർ ആദ്യം നമ്മൾ എഴുതണം. ക്ലിയർ? അതിനുശേഷം അതിൻ്റെ സൈഡിൽ ഇങ്ങനെയൊരു ലൈന് വരയ്ക്കുക. 68ൻ്റെ സൈഡിൽ ഇങ്ങനെയൊരു ലൈന് വരയ്ക്കണം. ഇനി ഈ ലൈനിൻ്റെ പുറത്ത് ഇവിടെയായിട്ട് ഇവിടെയുള്ള സെക്കൻഡ് നമ്പർ എഴുതുക. സെക്കൻഡ് നമ്പർ എത്രയാണ്? 2 ആണ്. 2 എന്ന നമ്പർ ഇവിടെ ഇങ്ങനെ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇവിടെ കിട്ടിയല്ലോ. ഫസ്റ്റ് നമ്പർ ആദ്യം എഴുതുക, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഇനി സെക്കൻഡ് നമ്പർ ഈ ലൈനിൻ്റെ പുറത്ത് ഇവിടെ എഴുതുക. ഇങ്ങനെ ആദ്യം ഈ ക്വസ്റ്റ്യനെ മാറ്റി എഴുതണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെയുള്ള 2 എന്ന നമ്പർ നോക്കുക. 2 എന്ന നമ്പർ ഒരു 1 ഡിജിറ്റ് നമ്പറാണ്, അല്ലേ? 2 എന്താണ്? 2 ഒരു 1 ഡിജിറ്റ് നമ്പറാണ്. സോ ഇവിടെയുള്ള ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ് എന്ന് നോക്കുക. ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 6 ആണ് ഫസ്റ്റ് ഡിജിറ്റ്, ആണല്ലോ. 68ലെ ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 6 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക എന്ന് നോക്കണം. എന്താണ് നോക്കേണ്ടത്? ഇവിടെയുള്ള 2നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക എന്ന് നോക്കണം. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക? നമുക്കറിയാം 2 × 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്, അല്ലേ? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 എന്ന നമ്പർ കിട്ടുക. ഓക്കെ ആണല്ലോ? സോ ഇവിടെയുള്ള ഈ ഒരു 3 എന്ന നമ്പർ നമ്മൾ ഇവിടെ 6ൻ്റെ മുകളിലായിട്ട് എഴുതണം. ഈ ഒരു 3 എന്ന നമ്പർ എവിടെ എഴുതണം? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു 6ൻ്റെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് 3 എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ 3 വന്നത് എന്നിവിടെ കിട്ടിയല്ലോ. 2നെ 3 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ 3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ മുകളിൽ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു നമ്പറും ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പറും ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് 3യും 2യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3യും 2യും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എത്രയാണ്? 3 × 2 6 ആണ്, അല്ലേ? 3 × 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. ആ ഒരു 6 എന്ന നമ്പർ നമ്മൾ എഴുതേണ്ടത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു 6ന് നേരെ താഴെയായിട്ട് ആണ്. ഇവിടെയുള്ള 3യും ഈ ഒരു 2യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എവിടെയാണ് എഴുതേണ്ടത്? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു 6ന് നേരെ താഴെയായിട്ട് എഴുതണം. 3യും 2യും മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആണ്. അതുകൊണ്ട് ഈ ഒരു 6ൻ്റെ നേരെ താഴെ ഇവിടെ നമ്മൾ 6 എന്ന് എഴുതി. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴെ ഇങ്ങനെയൊരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? താഴെ ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കണം. ഇങ്ങനെ ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
സബ്ട്രാക്ഷൻ ആണ്. ലൈൻ വരച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു 6ൽ നിന്ന് താഴെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു 6 സബ്ട്രാക്റ്റ് ചെയ്യണം. മുകളിലുള്ള 6ൽ നിന്ന് താഴെയുള്ള 6 ആണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 6ൽ നിന്ന് 6 സബ്ട്രാക്റ്റ് ചെയ്താൽ ആൻസർ എത്രയാണ്? 6 - 6 0 ആണ്. 6ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ ആൻസർ എത്രയാണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് നമ്മൾ പോകണം. 68ലെ നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണ് എന്ന് നമ്മൾ നോക്കണം. 68ലെ നെക്സ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 8 ആണ് അല്ലേ? 8 ആണ് 68ൻ്റെ നെക്സ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു 8നെ ഇവിടെ താഴേക്ക് ഇറക്കി എഴുതണം. ഇവിടെയുള്ള 8നെ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇങ്ങനെ ഇറക്കി എഴുതിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവിടെയുള്ള 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക എന്നതാണ്. എന്താണ് നോക്കേണ്ടത്? 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക എന്ന് നോക്കണം. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക? നമുക്കറിയാം 2 × 4 = എത്രയാണ്? 8 ആണ്. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു 4 എന്ന നമ്പർ എവിടെ എഴുതണം? ഇവിടെ നമുക്ക് കിട്ടിയ ഈ ഒരു 4 എന്ന നമ്പർ ഇവിടെയുള്ള 8ന് മുകളിലായിട്ട് ഇവിടെ എഴുതാം. 8ന് മുകളിലായിട്ട് നമുക്ക് ഇവിടെ 4 എന്ന് എഴുതാം. ഈ ഒരു 4 ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് 4 കിട്ടിയത് എന്നിവിടെ കിട്ടിയല്ലോ. 2നെ ഈ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുന്നത്. അതുകൊണ്ടാണ് 4 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി മുകളിൽ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറും ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതണം. 4ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എത്രയാണ്? 4 × 2 8 ആണ്. 4 × 2 എത്രയാണ്? 8 ആണ്. ഇനി ഈ ഒരു 8 എന്ന നമ്പർ നമുക്കിവിടെ എഴുതാം. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു 8ന് നേരെ താഴെയായിട്ട് ഇവിടെയാണ് 8 എന്ന് എഴുതേണ്ടത്. ഈ ഒരു 4ഉം ഇവിടെയുള്ള 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന 8 നമുക്ക് എവിടെ എഴുതാം? മുകളിലുള്ള 8ന് നേരെ താഴെയായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈന് വരയ്ക്കണം അല്ലേ? ഒരു വര വരയ്ക്കണം. ഇനി ലൈന് വരച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. മുകളിലുള്ള 8ൽ നിന്ന് താഴെയുള്ള 8 മൈനസ് ചെയ്യണം. 8ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ ആൻസർ എത്രയാണ്? 8 - 8 0 ആണ്. 0. ഇനി ഇവിടെ നോക്കൂ. ഇനി 68ൻ്റെ അപ്പുറത്തേക്ക് വേറെ ഡിജിറ്റ്സ് ഒന്നും തന്നെ ഇല്ല. താഴേക്ക് ഇറക്കി എഴുതാൻ വേറെ ഡിജിറ്റ്സ് ഒന്നും തന്നെ ഇല്ല. സോ നമുക്ക് ഡിവിഷൻ ഇവിടെ നിർത്താം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 34 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 68 / 2 = എത്രയാണ്? 34 ആണ്. 34. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് 0 എന്ന നമ്പറാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിമൈൻഡർ. എന്താണ് പേര്? റിമൈൻഡർ എന്നാണ് ഏറ്റവും അവസാനം ഇവിടെ താഴെ നമുക്ക് കിട്ടുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്നത്. റിമൈൻഡർ എന്നാണ് ഈ ഒരു നമ്പറിനെ വിളിക്കുക. 0 ആണ് ഇവിടെ റിമൈൻഡർ. അപ്പോൾ എന്താണ് റിമൈൻഡർ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.